കണ്ടോടെ കേൾക്കുമ്പോ എന്താണ് തോന്നല്? ആദ്യം ആ മീനിന് ഫുള്ള് തീറ്റിട്ടെടുത്തോ? കാക്കുപ്പ് വരട്ടെ, നല്ല കിട്ടു കാക്കുവിനോട്. പറഞ്ഞ പോലത്തെ അന്നത്തെ ഒരു ചെറിയൊരു നമ്മുടെ കട്ടിലാണ്. ഈ വിറകൊക്കെ ഇങ്ങനെ മേലേക്ക് കയറ്റിയത് എന്ന് ചോദിച്ചാല് ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഇന്നിവിടെ നോമ്പുതുറയാണ്. ഞാൻ നല്ല ഭാവൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലത്തെ ഒരു നോമ്പുതുറയും അതോടൊപ്പം തന്നെ എൻ്റെ വീടും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ വീട്. ഇതിപ്പോൾ പറഞ്ഞാൽ ഒരു നീണ്ടു നിൽക്കുന്ന വീടാണ്. അവിടെ വരെ മുതൽ ഇത് ആ തല മുതൽ ഈ തല വരെ അങ്ങനെയാണ് ഇവിടുത്തെ ഏകദേശം ഒരു വീടിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ. വീതി നമ്മൾ പൊതുവേ കുറവായിരിക്കും, പക്ഷെ നമ്മുടെ നീളം അങ്ങോട്ട് സ്പേസ് ഉണ്ടാകും. എല്ലാവരും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെ വീട് ചെറിയ വീടാണ്, പക്ഷെ സ്പേസ് തീരെ ഇല്ലായിരിക്കും. പക്ഷെ അങ്ങനൊന്നല്ല, നമ്മൾ ഉള്ളിൽ കയറിയാൽ അത്യാവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ ഉമ്മാൻ്റെ പണിയൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം കുറച്ച് നേരം വൈകിട്ടുണ്ടാണ് ഈ കാര്യം. അപ്പം ഉമ്മൻ്റെ ഉള്ളിയൊക്കെ തൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ പണിയായിരുന്നു. പിന്നെ ഇതാ ഉള്ളി തൊളിച്ചതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ അമ്മ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെ നോമ്പിൻ്റെ മെയിൻ ഐറ്റമാണല്ലോ പത്തിരി. അപ്പം അതിനാവശ്യമായിട്ടുള്ള അരിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഈ സംബന്ധ ഈ ഒരു കുഞ്ഞുവിടെ എന്താ വെച്ചാൽ നമ്മളെ ഈ വിറക് പറയില്ലേ, അതാണ്. പിന്നെ അവിടെ നമ്മളെ ഫുഡ് ഒക്കെ വെക്കാൻ പറ്റിയുള്ള സൗകര്യം പറ്റിയ ഒരു വീടാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ അറവിൻ്റെ പണിയാണ്. എൻ്റെ ഉപ്പാക്ക് എൻ്റെ മൂത്താപ്പാക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഞങ്ങൾ അറക്കുന്നത്. ഇതാ നാളത്തെ അറക്കാനുള്ള ഒരു പൂത്തിനോടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതാ നമ്മളെ ചെമ്മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉപ്പ. അതായത് നമ്മൾ നോമ്പ് തുറക്കുള്ള ചെമ്മീന്. ഉള്ളി ഇല്ലല്ലോ, ഇത്രത്തോളം ഉള്ളി ഞാൻ ഇരിയേ. അപ്പം നമുക്ക് പണികളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ഉള്ളി അരിഞ്ഞേക്കാം. നോമ്പ് തുറക്കുള്ള ചിരിക്കണ്. അപ്പൊ ഇതാ ഇത് ഞങ്ങളെ അടുക്കള പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. അതായത് ബാക്ക് ഭാഗത്തേക്ക് നീട്ടി അടുക്കളയാണ്. പക്ഷെ ഈ അടുപ്പ് അന്ന് ഉണ്ടാക്കിയ അടുപ്പാണ്. ഇത് എന്തേലും പരിപാടിക്കല്ലാതെ എടുക്കൂല. ഇത് എന്താ പറയുക വെച്ചാല് ഇത് പെട്ടെന്ന് പുക പിടിക്കും മേലേക്ക്. അപ്പൊ കാണാൻ വൃത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്ട് ഈ അടുപ്പ് യൂസ് ആക്കൂല. അപ്പൊ ഫുൾ ടൈം ഇതാ ആ കാണുന്ന കിച്ചണിനാണ് ഉമ്മ ഫുഡ് ഉണ്ടാക്കല്. ഇവിടുന്ന് ഉണ്ടാക്കല് വളരെ കുറവാണ്. എന്തേലും ഒരു ഫങ്ഷൻ വരുമ്പോൾ മാത്രം അമ്മ അത് യൂസ് ചെയ്യലുള്ളൂ. അതാ നമ്മള് മേലേക്ക് പോകുകയാണ്. ഇതാ മേലേക്ക് കയറുന്ന അവിടെ തന്നെ ഒരു ഫർണിച്ചർ ഉണ്ട്. ഇതൊരു ചെറിയൊരു അലമാറയാണ്, ഒരു അലമാറ സൈസാണ്. ഇതിൻ്റെ ഉമ്മയുള്ള കാലത്ത്, അതായത് എൻ്റെ ഫാദറിൻ്റെ ഫാദറിൻ്റെ ഉമ്മയുള്ള കാലത്തുള്ള ഒരു ഇതാണ്. ഇവിടെ എൻ്റെ വീട് നോക്കുകയാണെങ്കിൽ ഫുൾ പഴയ സാധനക്കാരം. അതായത് നമ്മളെ പഴയ ആളുകൾ യൂസ് ചെയ്ത ആളുകളില്ലേ, അങ്ങനെയാണ്. അതൊരു പ്രത്യേക ഒരു രസമാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിന് അത് പറ്റില്ല എന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്തത്തെ അതൊക്കെയാണ് ഇവിടെ. ഇതിലെ അധികം പഴയ കാലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇത് തുറന്ന് കാണിച്ച ടൈമിൽ ചാവില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് എൻ്റെ വീടിൻ്റെ ഏകദേശമൊക്കെ ഒരു രൂപം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം അതാ ഈ അലമാറിൻ്റെ ചാവി ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ട് ഒപ്പിച്ചിടുമ്പോൾ തരില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ ഉമ്മാനോട് ചോദിച്ച് ഒപ്പിച്ചിട്ട് നമുക്ക് ഈ അലമാറയിൽ അധികം സാധനങ്ങളൊന്നും ഇല്ല എന്നപ്പോൾ അമ്മ പറഞ്ഞത്. ഒക്കെ അമ്മ കൊടുത്തിട്ടുണ്ട്. അതായത് പഴയ ആൾക്കാർ എടുക്കാൻ പറ്റില്ലേ, ഓർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം നമുക്കിത് തുറന്നു നോക്കാം ഇതിൽ എന്താ ഉള്ളത് എന്ന്. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ അന്നുണ്ടായപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഗസ്റ്റാൾ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങൾ എന്ന് പറയില്ലേ, അതിൽ പറ്റിയ പാത്രങ്ങളാണ്. ഗസ്റ്റാൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റും പറഞ്ഞ പാത്രങ്ങളാണിത്. പക്ഷെ ഇതിപ്പോൾ ആരും യൂസ് ചെയ്യലല്ലോ കേട്ടോ, ഇങ്ങനെ കടുക്കലുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെന്താ, ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു മോൾവശം എന്ന് പറയണത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ ഇതേപോലെ കട്ടിലുകളാണ് കൂടുതലുണ്ടാവുക. ഇതൊരു റൂമാണ്. അപ്പം നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കിടക്കാൻ പറ്റിയ ഒരു റൂമാണ്. ഇതും എൻ്റെ ഉമ്മമാൻ്റെ കാലത്തിലുള്ള ഒരു അലമാരയാണ്. പക്ഷെ ഇത് വീട് ഒന്ന് നന്നാക്കിയപ്പം, അതായത് പൊളിച്ചൊന്ന് നന്നാക്കിയപ്പം അതിൻ്റെ ഇത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വെക്കൂലേ, അങ്ങനെ വെച്ചൊരു സംഭവമാണിത്. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഏകദേശം നോക്കുമ്പോൾ എന്താണ് ഫുൾ പഴയ സാധനങ്ങളേക്കാരം. നമ്മൾ ഈ എന്താണ് പണ്ട് ഉപയോഗിച്ച കട്ടില്, അതേപോലെ അടുത്ത പാത്രങ്ങൾ, അങ്ങനെയൊക്കെ കാരണം
പക്ഷെ അത് ഒരു പ്രത്യേക ഒരു കാണാനും അത്ര വലിയ കുഴപ്പമില്ലെങ്കിലും നമുക്ക് എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ കുറേ ഞങ്ങൾ എന്തൊക്കെയാണോ ചെയ്തത്. എൻ്റെ കസിൻസാണ് ഏറ്റവും വലുത്. അത് കാണുമ്പോഴൊക്കെ എനിക്ക് കസിൻസിനെ ഓർമ്മ വരും. എൻ്റെ ഇപ്പം പെങ്ങന്മാരെ മക്കളാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, എൻ്റെ കസിൻസിൽ ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ട്സ് എന്നൊക്കെ പറയല്ലേ, അങ്ങനെ ഒരു 5 ആൾക്കാരുണ്ട്. ഞാൻ, സീനു, മുത്തൂവി, സാനു, പിന്നെ പൂമോള്, അങ്ങനെ പറഞ്ഞാണ്ട് കുറച്ച് ടീമുണ്ട്. ഓരോ പറഞ്ഞ പക്ഷെ പണ്ടത്തെ അത് പറയില്ല നമ്മൾ അന്നൊക്കെ കുരുത്തക്കേട് കാണിച്ചു കൂട്ടിയിടുന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇപ്പൊ ആരും അത്ര വലിയ ആ ടച്ച് ഇങ്ങോട്ട് കിട്ടൂല. എല്ലാവരും വരും വിരുന്നൊക്കെ വരും. പക്ഷെ ആ പണ്ടത്തെ ടച്ച് ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും കുട്ടികളായി കല്യാണം കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആ പണ്ടത്തെ ടച്ച് ഇപ്പോഴും കിട്ടൂല. പിന്നെ ഈ പക്ഷെ ഇത് ഫുൾ ഹാളാണ്, ഇങ്ങനെ നീണ്ടു നിൽക്കും. കാക്കു വരുമ്പോ പറഞ്ഞു കൊടുക്ക. കാക്കുന് അതൊന്നും എടുക്കണ്ടോ, കാക്കുനെ മീനിന് വിശക്കുണ്ട്, രഞ്ജു കൊടുക്കണ്ടിട്ടോ. കാക്കു നല്ല ചീത്ത പറയേ. അവിടുന്ന് തൊട്ട് ഇവിടെ വരെ ഒരു ഹാള് മോഡലാണ്. പക്ഷെ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ഹാളായിട്ട് തോന്നൂല. പക്ഷെ ഇങ്ങോട്ട് കയറി നോക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലത്തെ പണ്ടത്തെ എൻ്റെ അമ്മമ്മ യൂസ് ചെയ്ത കട്ടിലാണ് ഇതൊക്കെ. ഇത് കട്ടിൽ ഒഴിവാക്കാൻ തോന്നാത്തതുകൊണ്ട് ഞങ്ങൾ മേലേക്ക് ഇട്ടതാണ്. അന്നത്തെ ബെഡൊക്കെയാണിത്. പക്ഷെ ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ നോമ്പുമണിയൊക്കെ എടുത്തതിൻ്റെ ശേഷം ഉമ്മ പൊടി പാറാതെക്കാനും വേണ്ടി ഉമ്മ അതായത് ഒരു ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയതാണ്. അമ്മേ ഇതാണ് ഞങ്ങളുടെ സിറ്റ് ഔട്ട് വരുന്നത്. കണ്ടില്ലേ, ഞങ്ങളെ വീട് പറഞ്ഞ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന വീടാണ്. ഓ കൊറേ സീറ്റ് ഇട്ടെടുത്തോ, ഇനി ഇട്ടെടുക്കണ്ട കേട്ടോ. അപ്പൊ ഈ ഒരു പോർഷൻ ഇല്ലേ, ഇവിടെ കാണുന്നത്, ഇവിടെ മുതൽ ആ ചേറ്റടി എന്ന് തന്നെ ഞങ്ങളിവിടെ പറയല്. പല സ്ഥലത്ത് പലതേക്കാരും പറയാം. പക്ഷെ ഞങ്ങളിവിടെ ചേറ്റടി എന്നാ പറയുന്നത്. നമ്മളെ ഈ ഇവിടെ സിറ്റ് ഔട്ട് ഈ ഏരിയയിൽ ഇരിക്കുന്ന ഈ സംഭവം ഇല്ലേ, അതിന് ഞങ്ങൾ ചേറ്റടി എന്നാ പറയാം കേട്ടോ. അവിടെ മുതൽ ഇവിടെ വരെ നമുക്കിപ്പോൾ പുതിയതായിട്ട് എടുത്തതാണ്. അതായത് പഴയ ഞങ്ങളെ വീട് പറഞ്ഞാൽ ഇവിടെ വരെ ഓടാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് വാർപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അങ്ങനെ വേറെ ഈ റൂമൊന്നും നോക്കണ്ട കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാത്ത റൂമാണ്. ഇത് അന്നത്തെ നമ്മുടെ കിണ്ടിയുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞ പോലത്തെ അന്നത്തെ ഒരു ചെറിയൊരു നമ്മുടെ കട്ടിലാണ്, നമ്മളെ പണ്ട് യൂസ് ചെയ്ത കട്ടിൽ. ഇത് ഈ 2 പോർഷനായിട്ട് ഇങ്ങനെ പൊന്തിക്കാൻ പറ്റിയ ടൈപ്പല്ലേ. പക്ഷെ പൊന്തിക്കാൻ കഴിയില്ല, അവിടെ എന്തോ സ്റ്റക്കായി തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് നമ്മളെ ഓപ്പൺ ടെറസ്. മീനിന് ഫുള്ള് തീറ്റിട്ടെടുത്തോ. കാക്കുപ്പ് വരട്ടെ, നല്ല കിട്ടു കാക്കുവിനോട്. ഇത് എൻ്റെ അനിയന്റെ ഫിഷിന്റെ എന്തോ സംഭവമാണ്. മീനുണ്ട് അതിന്. അന്റെ മീൻ എവിടെ? ഇതില് മീനുണ്ടോ? ഇതില് മീനുണ്ടല്ലേ. ഇതില് ജോയിന്റെ മീൻ ഏതാ? ഗോൾഡ് ഫിഷ്. ഇതൊക്കെ അതിന്റെ അനിയന്റെ മീനുകളാണ്. പക്ഷെ അതിലൊക്കെ അവകാശം സ്ഥാപിച്ചതിന്റെ മക്കളുമാണ്. ഞങ്ങൾ വീടുകളൊക്കെ തൊട്ടേ തൊട്ടില്ല എന്ന് പറഞ്ഞ പോലെയൊക്കെ ഞങ്ങളെ വീടുകളൊക്കെ ഉള്ളത്. കാണാത്തതാ അതാണ് നമ്മളെ ഖബർസ്ഥാന്. നമ്മളെ പള്ളി ഇവിടെ കാണുന്നുണ്ടാറില്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ കാണും. അതാണ് നമ്മളെ ഖബർസ്ഥാന്. ഈ വീട് കഴിഞ്ഞ് തൊട്ട അപ്പുറത്താണ് ഖബർസ്ഥാനം വരുന്നത്. എന്നാൽ ഞങ്ങളുടെ വീടുണ്ടില്ലേ, തൊട്ടു തൊട്ടില്ല പറഞ്ഞാണ് ഞങ്ങളെ വീടൊക്കെ നിൽക്കുന്നത് ഇവിടെ. മതി അത് എടുത്തൊക്കെ കാക്കു വന്ന ഇവിടെ ഇപ്പം നോളോളി തുടങ്ങും. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ 10-15 ആടാളുണ്ടാവും. ആ ആടാൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാവിൻ്റെ ഇല ഞാനും എൻ്റെ കസിൻസ് ഒരു വീടിന് വരുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ വേറെ പോയിട്ട് പ്ലാവിൻ്റെ ഇല എടുത്തോണ്ടിരും. എന്നിട്ട് ഇവിടെ ഈ ചുമരില്ലേ, അവിടെ ഒരു വിൻഡോ ഉണ്ടാകും. ആ വിൻഡോമ്പിലാണ് ഞങ്ങൾ പ്ലാവിൻ്റെ ഇല കെട്ടിയിടും.
അത്യാവശ്യം കുറച്ച് തോനെ കുറേ ദിവസത്തിനുള്ളതേ കാരണം ഞങ്ങൾ എടുത്തുകൊണ്ട് എന്നിട്ട് അത് പ്ലാവിൻ്റെ ലാവിമരിൽ കെട്ടിയിട്ടിട്ട് എന്നിട്ട് ആടിന് ആവശ്യമായിട്ടുള്ളത് നമ്മളൊരു പാത്രത്തേക്ക് പറിച്ചിട്ടിട്ട് ആടിന് കൊടുക്കും. എന്നിട്ട് അന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യം, എങ്ങനെയും ഒന്ന് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടി ഈ പ്ലാവിൻ്റെ എല്ലാം കഴിഞ്ഞ് കിട്ടിയ അത്രയും സുഖം എന്ന് പറഞ്ഞു നിൽക്കിയ കാരണം നമുക്ക് എന്താ പറയുക സ്കൂളിൽ വിട്ടെന്നാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ചാണ്ട് നടന്നാൽ മതി നിൽക്കാറ്. പക്ഷേ ഇവിടെ വന്നാൽ കഞ്ഞിവെള്ളം ഇളക്കി കൊടുക്കാണ്ടാവും, അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല പറിച്ചെടുക്കാണ്ടാവും. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഓർമ്മ വന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പം അന്ന് പറഞ്ഞാൽ ആ കാലമല്ലേ, അപ്പം നമുക്ക് ഭയങ്കര ദേഷ്യം. അത് അന്നത്തെ കാലം ഭയങ്കര ദേഷ്യം. പക്ഷെ ഇപ്പോഴത്തെ കാലം ആലോചിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ മുകളിലത്തെ ഒരു വശം. എന്താ ഒരു എന്താ നീളത്തിൽ ഇങ്ങനെ വിരിച്ചിട്ടൊരു ഇതുപോലെയാണ് ഇപ്പം എൻ്റെ വീടുള്ളത്. കണ്ടില്ലേ, ഒരു സ്പേസ് എന്ന് പറയാൻ മാത്രമില്ല. ഞങ്ങൾ പൊതുവേ ഉള്ളത് എല്ലാവർക്കും മുമ്പക്ക് ഇതാ ഈ റോഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ മുമ്പക്ക് ആർക്കും സ്ഥലമായിട്ട് അങ്ങനെ ഇല്ല. ഇതങ്ങനെ ഒരു നീണ്ട് നിൽക്കണേ ഇതാ ആ തല മുതൽ ആ തല വരെയുണ്ട്. തല ഇവിടെ ഇതുള്ളതുകൊണ്ട് കാണുന്നില്ല എന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ വീടുള്ളത്. നമുക്കിത് അവിടെ കിണറൊന്നും ഇല്ലാത്തതുകൊണ്ട് പൈപ്പ് വെള്ളമാണ് വരുന്നത്. അതാകുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. ഇതിങ്ങനെ നിറയണത് ഇങ്ങനെ ഒരാൾ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ വെള്ളം പോക്കന്നെ. പിന്നെ വെള്ളം ഫുൾ ടൈറ്റ് കാരം നമുക്കൊന്ന്. ഇതട്ടെ നമ്മൾ ഫുഡ് വെക്കണ നമ്മളെ ചോറൊക്കെ വെക്കണ അകന്ന് വീട് നമ്മൾ മേലെ കാണിച്ചിരുന്നത്. ഇവിടെ മൊത്തം ഇവിടെ വിറകാണ്, അതായത് നമ്മൾ കത്തിക്കാൻ ആവശ്യമുള്ള വിറകുണ്ട്. ഇതാ നമ്മുടെ തേങ്ങ അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഫുഡ് വെക്കല്, അതായത് ചോറ് കാര്യങ്ങളൊക്കെ വെക്കൂലേ. ഇതിന് മേലെയൊക്കെ വിറകുണ്ട്. പക്ഷേ ഈ വിറകൊക്കെ എന്നത്തെ കാലത്തെ വിറകാണെന്ന് എൻ്റെ ഉമ്മാക്കും അറിയില്ല, എനിക്കും അറിയില്ല. കാരണം അന്ന് എന്താന്ന് പറയാം, ഇതിൻ്റെ മേലൊക്കെ ഇതാ വിറകാട്ടതാ. ഇവിടെ ഇതൊക്കെ കത്തിക്കാനുള്ള വിറകാണ്. അതൊക്കെ എന്നത്തോ കാലത്തെ വിറകാണ്. അതുകൊണ്ട് തന്നെ അത് ഫുള്ള് പൊടിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതൊന്നും യൂസ് ചെയ്യലുണ്ട്. പക്ഷെ നമ്മൾ വിറക് കഴിഞ്ഞാൽ മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. പക്ഷെ ഇതൊന്നും ഈ കാലത്തായിട്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഈ വിറകൊക്കെ ഇങ്ങനെ മേലേക്ക് കയറ്റിയത് എന്ന് ചോദിച്ചാൽ ഒരാൾ താഴത്തുണ്ടാവും, ഒരാൾ മുകളിലുണ്ടാവും. മിക്കവാറും ഞാൻ തന്നെ അന്നത്തെ കാലം ഇത് എനിക്ക് തോന്നണേ എൻ്റെ ചെറുപ്പത്തിലുള്ള വിറക് അതൊക്കെ. കാരണം ഞാനേക്കാരം മുകളിൽ, എൻ്റെ അനിയത്തിയോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയേക്കാരം താഴത്ത്. എന്നിട്ട് വിറക് എനിക്ക് മുകൾക്ക് കാണിച്ചു തരും. എന്നിട്ട് അത് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിരത്തി വെക്കലാണ്. എൻ്റെ ഉമ്മമ്മ കാലത്താണെങ്കിൽ ഉമ്മമ്മ ഇവിടെ ചേറിട്ടിരിക്കും. എന്നിട്ട് ഉമ്മമ്മ പറഞ്ഞുതരും എവിടേക്കൊക്കെ എങ്ങനെയൊക്കെ വെക്കേണ്ടത് എന്ന്. അന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എങ്ങനെ ഈ പണിയൊക്കെ ഒരു വിറക് തീർന്നാൽ മതി. വിറക് തീരലും ഇറക്കലും ഒക്കെ ഒപ്പം തന്നെ ഇക്കാരം. ഇതൊക്കെ അന്നത്തെ വിറകന്നെ, ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്താണ് അറിയില്ല, കണ്ടില്ലേ ഒക്കെ അതെ അന്നത്തെ വിറക് തന്നെ. അപ്പൊ ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ കുക്ക് ഇമ്മ ഫുഡിനുള്ളത് വെക്കല്. കണ്ടില്ലേ, നമ്മുടെ ഓൾഡ് ഉണ്ണിയപ്പത്തിന്റെ കാരിയാവും കേട്ടോ. ഉണ്ണിയപ്പത്തിന്റെ ഇതാണ് ഇത്. ഉരുളി, അപ്പച്ചട്ടി. ഈ അപ്പച്ചട്ടി ഒന്നും എൻ്റെ അമ്മ യൂസ് ചെയ്യലേ ഇല്ല കേട്ടോ. ഈ അപ്പച്ചട്ടി എൻ്റെ ഉമ്മ അപ്പം ഗ്യാസിലാണ് ഉണ്ടാക്കല്, ഇവിടെ ഉണ്ടാക്കലില്ല. ഇത് അന്നത്തെ അപ്പച്ചട്ടി ഇത് ഉമ്മ യൂസ് ചെയ്യലില്ല, ഇത് ഉമ്മ യൂസ് ചെയ്യലില്ല. കാരണം ഉണ്ണിയപ്പത്തിന് ഇപ്പം ഫുൾ നോൺ സ്റ്റിക്ക് അല്ലേ. ഇതിലെന്തോ മറ്റേ വാശി. ഇതാണ് നമ്മളെ കഷായ കുടുക്കാട്ടോ. ഇതിപ്പോൾ എങ്ങനെ കാണിച്ചില്ല ഞാൻ. ഇതാണ് നമ്മുടെ കഷായ കുടുക്കാന്ന് പറയില്ല, നമ്മൾ കഷായം ഉണ്ടാക്കാൻ നമ്മൾ പ്രസവിച്ച് കിടക്കണവർക്കൊക്കെ കഷായ കുടുക്ക ഉണ്ടാക്കൂലേ, ആ സംഭവമാണ് ഈ കഷായ കുടുക്ക പറഞ്ഞ ഈ സംഭവം. കടിയായോ ഇല്ല. അപ്പം ഇത് എൻ്റെ ഉമ്മാക്ക് എന്താ നഗരസഭയിൽ നിന്ന് എന്തോ പ്ലാസ്റ്റിക്കിന് കൊടുത്തതാണ്. ഉമ്മ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടാണ്ടാണ് ഇപ്പോൾ എന്തോ പരിപാടി. എന്താണ് മുട്ടൊന്നും എടുക്കണ്ട. ഉമ്മാന്റെ ചെറിയൊരു കോഴിക്കൂട് അവിടെ ഉണ്ട്. മുട്ടെടുക്കരുത്. എന്ന് വന്നാലും 2-3 മുട്ട പൊട്ടിക്കാതെ അവര് പോകൂല. ഇമ്മ ഈ വാതിൽ തുറക്കുമ്പോഴത്തേനും വരെ ഇവിടുന്ന് ആട്ടലാണ്. കാരണം ഇവര് മുട്ടെടുക്കും, അത് പൊട്ടിക്കും. നമ്മള് കാണൂല, കാണാതെ കാര്യം ഇവരെ മുട്ടെടുത്ത് പൊട്ടിക്കണത്. നമ്മളൊന്ന് പോയി അതൊന്ന് കാണിച്ചപ്പോഴത്തേനും ഇവിടെ വെള്ളമൊക്കെ എങ്ങനെയൊക്കെ പോലും ഉമ്മ കാണണ്ട. ഉമ്മ കണ്ടാ പിന്നെ തുടങ്ങിപ്പോ ഇവിടെ കച്ചറ. ഓരോ കളി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബാക്ക് ഏരിയ എന്ന് പറയണത്. ഇത് ഫുൾ ഇവിടെ വിറകാട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു
അപ്പം എന്തൊക്കെ ആവശ്യത്തിന് ഫുൾ വലിച്ചിട്ടതാണ് ഇങ്ങോട്ട്. ഇതാണ് ഞാൻ പറഞ്ഞൊരു വിൻഡോ. ആ വിൻഡോ ആണ് നമ്മളെ ആടിനുള്ള ഇല ഇട്ടെടുക്കുന്ന വിൻഡോ പറഞ്ഞിട്ടില്ലേ, ആ വിൻഡോ ആണ്. ഇതിമ്മൽ കെട്ടിയിട്ടാണ് നമ്മൾ ആടിനെ അന്ന് പ്ലാവിൻ്റെ ഇല ഇതിമെന്നാണ് നമ്മളിങ്ങനെ ഓരോന്ന് കുറച്ചെടുത്ത് ആടിന് കൊടുക്കില്ല. കാരണം ഇത് ആ മേലത്തെ ആ ചുമരുമലായിരുന്നു. പക്ഷെ അന്ന് അത് പൊളിച്ചുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ ഉണ്ടോ കിടക്കണത്. ഇപ്പം ഉമ്മൻ്റെ പത്തിരിപ്പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ പണി തുടങ്ങാണ്. ഞാൻ ഉള്ളി അരിയാൻ നിൽക്കുകയാണ്. ഉമ്മൻ്റെ പത്തിരിപ്പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ച് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരില്ല, അതായത് കണ്ണ് എരിയില്ല എന്നാണ് പറയാം. ഞാൻ ചെയ്ത് നോക്കി, എനിക്കും അതേപോലെ തന്നെ തോന്നിയത്. ഇനി ഞാനിതാ എൻ്റെ പണി എടുക്കട്ടെ കേട്ടോ. മൂസേക്കുള്ള ഉള്ളിയാണ് ഇത് ചെറുതാക്കി എരിഞ്ഞത്. അപ്പോൾ ഇതിലാണ് ഇനി എടുത്ത് എരിയാൻ പോകുന്നത്. ഇത് എരിഞ്ഞ് നമ്മൾ കൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിക്കാണ് അപ്പം നമ്മളെ നോമ്പ് പരിപാടിക്കുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഇടുക്കാത്ത അടുപ്പ് ഇന്ന് ഉമ്മ പരിപാടി ആയതുകൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ വൈകുന്നേരത്തെ സ്നാക്സിന് ഉന്നക്കായ ഉണ്ടാക്കണേ. അപ്പം അതിനുള്ള വേവിക്കുന്നുണ്ട്. ഇതാ നമ്മള് ഉന്നക്കായക്കുള്ള പഴം എന്താണ് ഉടക്കല്ലേ, പീഞ്ഞാണ്ട് ഉടക്കുക. ഇതിന്റെ നാത്തൂനാണ് എൻ്റെ ഏട്ടൻ്റെ പെണ്ണുങ്ങള്. അവിടെ മൂത്തമ്മ ഉണ്ട്. ഓരാരും ക്യാമറന്റെ മുമ്പിൽ വരൂല, മടിയാണ്. മൈ സിസ്റ്റർ. നമ്മളെ സമൂസയ്ക്കുള്ള മസാല റെഡിയാണ് കേട്ടോ. ഞങ്ങൾക്കുള്ള ബീഫ് മൂത്തമ്മ അരക്കുണ്ട്. മിക്സിയിലിട്ട് ഒരു കറക്കണുള്ളൂ. കരണ്ട് പോയോ? പരിപാടികൾ തുടങ്ങിയത് ഉന്നക്കായാണിത്. പഴം, തേങ്ങ, പഞ്ചസാര, ഏലക്കപ്പൊടി ഇട്ടാണ്ട് ഇങ്ങനത്തെ ഷേപ്പാക്കണ് ഉന്നക്കായ. പിന്നെ ഇവിടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി മുളക് വച്ചിട്ടുണ്ട്. ഹിബു മറ്റേ എന്താണ് സമൂസ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അമ്മായിൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. ഇവിടെ മറ്റേ സ്നാക്സിനുള്ള ഉണ്ടാക്കുന്നുണ്ട്. നാത്തൂനും അനിയത്തിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊക്കെ കുറവായിക്കണ് ഫോൺ കണ്ടപ്പോത്തിനും. അമ്മായികളൊക്കെ വന്നിട്ടുണ്ട് പരിപാടിക്ക്. ഇതിന്റെ ഇപ്പാന്റെ പെങ്ങളാണ്, മൂന്നാമത്തെ പെങ്ങള്. പിന്നെ ഇത് ചെറിയ പെങ്ങള്, ഇത് നാലാമത്തെ പെങ്ങള്. അപ്പൊ എല്ലാരും വന്ന് പരിപാടിയൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് എന്താ പണി? സമൂസ പിടിച്ചേ. ഹിബു പരിച്ചിട്ടാവണില്ലേ ഹിബു? അടുത്ത സ്നാക്സ് ഉണ്ടാക്കുന്നത് എന്താ അറിയോ? തുറക്കലപ്പം. എന്താ പറഞ്ഞേ? അതെ, എല്ലാരും ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എടി SLC അല്ലേ? SLC ആണിത്. SLC ഗെയിം കളിക്കുക. ഗെയിമോ വീഡിയോ ആണ്. മുഖം പൊത്തിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മള് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ലാസ്റ്റ് ഇത് പൊന്തിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാരെ കയ്യിലും ഫോൺ. ഇപ്പൊ നമ്മള് അടുത്ത പരിപാടി തുടങ്ങിയത്. ഇതെന്താ? ബട്ടർ, ജ്യൂസിനുള്ള ബട്ടർ. ഇതാ ഒരു മെനക്കെട്ട പണിയിലാണ്. ഇതാ ഇവിടുത്തെ ടീം. എന്താണ് ഇമ്മാൻ്റെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? നിങ്ങൾ ഇമ്മാൻ്റോടല്ലേ ഇപ്പൊ ഉള്ളത് ഇവിടെ? അതെ, എന്താ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഒന്ന് പറയോ? പറയൂ, കുറച്ച് ഇങ്ങനെ പറയൂ, നമുക്ക് ഇങ്ങനെ കേക്കാം. ഒറ്റ വാക്കില് പറയാൻ. അതെ, ഇവിടുത്തെ മെയിൻ ആണ് പറഞ്ഞാല് ഞങ്ങള് കസിൻസ് ആണ് അല്ലെ. ഇമ്മാൻ്റെ അടുക്ക് വരിക എന്ന് പറയുമ്പോ തന്നെ ഒരു എന്താ പറയാ, ഒരു സന്തോഷാണ്. ഇപ്പൊ നിങ്ങള് വന്നിട്ട് ഇപ്പൊ എത്ര ആയിരുന്നു ഇങ്ങോട്ട്? ഇവിടെ അടുത്ത് വന്നതല്ലേ. എനിക്കെന്താ പറയുള്ളത്? SLC അല്ലേ? ഒരു കയ്യിൽ ഒരു ഫോണ് പിടിച്ച് അങ്ങനെ ഇരിക്കുക. SLC ആയോ? യോ +2. ഇത് +2 അല്ലേ? ഇതാണ് നമ്മളെ അടുത്ത ഒരു കസിൻസ് ഗ്യാങ് പറയുന്നത്. എന്താണ് ഇമ്മാനോടെ കുറിച്ച് പറയാനുള്ളത് എനിക്ക്? ഇമ്മാൻ്റോടത്തെ ഒരു പറഞ്ഞോ.
ഒരാള് പറയ് ഇമ്മാൻ്റോടെ എന്ന് പറയുമ്പോ എന്താ വരുന്നത് എനിക്ക് മനസ്സിലായി. ഇതാണ് നമ്മളെ അടുത്ത ഗാങ് വരുന്നത്. SLC ആണ് ഇത്. പക്ഷെ 24 മണിക്കൂറോളം കയ്യിലൊരു ഫോൺ ഉണ്ടാകും അല്ലേ? ഇനി പറ എന്താണ് ഇമ്മാൻ്റോടെ എന്നുള്ള ഒരു കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് വരിക മനസ്സിലായി? എങ്ങനെ പറയൂ. പിന്നെ അടുത്ത ഇപ്പൊ അതാ അടുത്ത കസിൻസിന്റെ കൂട്ടാണ്. ഇതിന്റെ ചെറിയ അമ്മായിന്റെ മോള്, ഇത് ഓളനിയത്തി, ഇതിന്റെ വേറെ അമ്മായിന്റെ മോളാണ്. പിന്നെ ഇതാ ഇതിന്റെ കാക്കാന്റെ പെണ്ണുങ്ങളാണ്. പോണേ ആയിക്കോട്ടെ എടുക്കും അനങ്ങാ ചിരിക്കുന്ന ഒരാളാണ്. ഒന്ന് ചിരിച്ചോ നോക്കട്ടെ. കളിയൊക്കെ കഴിഞ്ഞോ മോനെ? ഇനി കളിച്ചണില്ലേ? മതിയോ? കൊയങ്ങിയോ? നമ്മളെ കടികളൊക്കെ അവിടെ ആയിട്ടുണ്ട്. എന്താ ഉന്നക്കായ, ചിക്കൻ പൊരി, പിന്നെ ഇതാ ഇതെന്തോ ഇതൊരു പേരും കിട്ടണില്ല. പിന്നെ സമൂസ, ഇതാ പിന്നെ ഫ്രൂട്ട്സ് ഇതാ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സ് കട്ടിങ് എൻ്റെ എടുക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പറയ് എന്തൊക്കെയുണ്ട് അഭിപ്രായങ്ങൾ പറയൂ. ഉമ്മാനോട് കേൾക്കുമ്പോ എന്താണ് തോന്നല്? ആദ്യം മനസ്സിൽ വരല് നമ്മൾ ഒരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എന്നാലും അന്നോട് ഇജ് വന്നോണ്ട് അന്നോടും കൂടി ചോദിക്കാം. ഇമ്മാൻ്റോടെ എന്ന് പറയുമ്പോ എന്താ എനിക്ക് മനസ്സിൽ ആദ്യമായിട്ട് വരിക? ആദ്യം എന്താ വരിക? എങ്ങനെ? പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ വെള്ളെടുക്കാൻ പോലെ വേനൽക്കാലം അറിയാല് കോടം കൊണ്ട് എല്ലാരും ഇറങ്ങും, എല്ലാരും ഉണ്ടാവും. രാത്രിയൊക്കെ പോവാ. നമ്മൾ അന്നാ പള്ളിന്റെ അവിടെ ഉണ്ടായിരുന്നു പള്ളി കിണറ്. പിന്നെ ഇടയ്ക്ക് അവിടെ പോയി പാർക്കുന്നതിന് മുമ്പുള്ളൊരു ഓർമ്മയിട്ടുണ്ട്. മയിലാടിക്ക് മൂത്താപ്പാന്റെ വീട്ടില് പോക്കിലാണ് ഒരു സന്റെ കാലല്ലേ. കുപ്പിച്ചില് മാത്രല്ല ബാവുമോന്റെ അടുത്ത് ഓൻ കൈക്കോട്ടെ കാലിന് കൊത്തി. അതന്നെ. എന്നിട്ട് നമ്മളെല്ലാരും വിജയം കിട്ടും. അന്ന് എന്റെ കാലി കെട്ടിച്ച് ആരോടെങ്കിലും പോയി പറയാൻ വേണ്ടിട്ട് എന്നോട് പോകാൻ പറഞ്ഞാ ഓള് പോയില്ല. ഓളിന്റെ വേറെ ആരോ പോയത്. അല്ല അവിടുന്ന് ഇവിടെ വരെ എന്നെ നടത്തി കൊണ്ടുവന്നൊക്കെ ഇനി അന്ന് ബൈക്കൊന്നുമില്ല ഞോനോന്. മേലെ ഒരു ടി വി ഉണ്ടാവും, അടിയിലൊരു ടി വി ഉണ്ടാവും. മേലെ കുറച്ച് ടീംസ്, അടിയിലെ കുറച്ച് ടീംസ്. അങ്ങനൊക്കെ റിമോട്ടിന് നല്ല വിടുക. റിമോട്ട് ഒളിപ്പിച്ചേക്കല്ലേ. എനിക്ക് ഓർമ്മ ഉണ്ടോ നമ്മള് ഞാന് ഇജ് മുത്തുബിയൊക്കെ വനിതേന്ന് റീമ കല്ലിങ്ങിന്റെ നമ്പർ അസിസ്റ്റന്റ് ഫോൺ എടുത്ത് നമ്മള് വലിയ ഫാൻസ് ആണെന്നൊക്കെ പറയും. വന്നിട്ട് വിളിക്കാറുണ്ട്. മറ്റേ ഡിഷ് ഉണ്ടാക്കാൻ മറ്റേ അതിലുണ്ടാവുമല്ലോ ആ വലുത്. അങ്ങനെ ഇതാ നമ്മളെ മെയിൻ ഗസ്റ്റ് വന്നിട്ടുണ്ട്. എൻ്റെ അനിയത്തി, ഓള ഹസ്ബൻഡ്, വീട്ടുകാരൊക്കെ ഇതാ വരുന്ന അനിയത്തി. പരിപാടി തുടങ്ങാനായിട്ട് നമുക്കിപ്പോൾ
ഗൈസ് എത്തി. ഗൈസ് ഇവിടെ വാർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഫ്രൂട്ട്സ് ഒക്കെ സെറ്റായി. അമ്മായിമ്മക്ക് വന്നിട്ടുണ്ട് ആണെങ്കിൽ ഇപ്പൊ ഭാഗം പോകാനുള്ളൂ കേട്ടോ. ഏതോ റാസിയ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതാ നോമ്പ് പറഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീമാണ് കഴിക്കാൻ. ഓൾറെഡി ഒരു വട്ടം നിന്ന് കഴിഞ്ഞു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതാ ഐസ്ക്രീം സോസും ഐസ്ക്രീമും കൂടിയോ? ആ പാപ്പ എല്ലാവർക്കും ഐസ്ക്രീം കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിൽക്കുകയാണ്. ഇനി അടുത്ത പുതിയ വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.